പൊന്നാനി ചെറുവായ്ക്കര ശിവക്ഷേത്രത്തിലെ മുൻ ചെയർമാൻ സ്വാർത്ഥ താൽപര്യം നടത്താൻ വേണ്ടി മറ്റു അംഗങ്ങളെ ആക്ഷേപിച്ചുവെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുൻ ചെയർമാന് വ്യക്തി താൽപര്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ക്ഷേത്രത്തിലെ പൂജാരിയുമായി ചേർന്ന് കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചെറുവായ്ക്കര മഹാശിവക്ഷേത്രത്തെയും മലബാർ ദേവസ്വം ബോർഡിനെയും ക്ഷേത്രം നവീകരണ സമിതിയെയും ഇപ്പോഴത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയെയും എല്ലാം അപകീർത്തിപ്പെടുത്തുന്നതിന് പത്രസമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയ സുധാകരൻ കൈപ്പടയുടെ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ടും ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും മുൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർമാരും നവീകരണ സമിതി ഭക്തജനങ്ങളും പത്രസമ്മേളനം വിളിച്ച ആരോപണങ്ങൾ നിഷേധിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ചെയർമാൻ എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുകയോ സുതാര്യമായ രീതിയിൽ പണമിടപാടുകൾ നടത്തുകയോ ഭക്തജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് പരിശ്രമിക്കുകയോ ചെയ്യാതെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ചെയർമാൻ എന്ന പദവി ദുരുപയോഗം ചെയ്യുകയും ഇതര ട്രസ്റ്റ് ബോർഡ് മെമ്പർമാർ ചെയർമാനിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രസ്തുത ബോർഡിനെ സസ്പെൻഡ് ചെയ്ത് ക്ഷേത്രഭരണം മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേരിട്ട് കീഴിലാക്കിയത്. ക്ലർക്കിനും കുടുംബത്തിനുമെതിരെ സുധാകരൻ നടത്തിയ മാനഹാനിക്കും അപകീർത്തിക്കും സുധാകരനെതിരെ സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കാൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയതായും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ജയരാജൻ കിഴക്കേക്കളം, സെക്രട്ടറി ഷാജി കളരിക്കൽ, മുൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി.ടി. രാജേഷ് ബാബു കോടങ്ങാട്, രക്ഷാധികാരി ദേവദാസ് കാടഞ്ചേരി, ഭാരവാഹികളായ സുരേന്ദ്രനാഥ്, സുരേഷ് കാരാട്ട്, ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സമീപനമായതുകൊണ്ട് നമ്മൾ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷേ പിന്നീടാണ് ഈ പറഞ്ഞ പോലെ മനസ്സിലാവുന്നത്, അവിടെ പുതിയൊരു പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. ആ പൂജാരി അവിടെ നമ്മളുടെ ബോർഡിൽ എഴുതിയിട്ടുള്ള മറ്റു വഴിപാടുകളല്ലാതെ മറ്റു പലതും അവിടെ ചീട്ടാക്കാതെ, അതായത് വഴിപാട് ദ്രവ്യങ്ങൾ ഓഫീസിൽ നിന്ന് കൊടുക്കണം, ഇവരെടുത്ത് കൊടുക്കുമ്പോഴാണ് അത് എന്തിനുള്ള. അപ്പോൾ ഇവരിങ്ങനെ പതുക്കെ ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റാഫ്. അപ്പോൾ അവിടെ മറ്റ് പലതും പല പൂജകളും മറ്റ് പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. അപ്പോൾ അത് റിസീപ്റ്റ് ആക്കിയിട്ടില്ലല്ലോ. ഇവർ ഞങ്ങളോട് പറയും, രാജേഷ് ഏട്ടാ ഇന്നലെ ഇന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ 2-3 വഴിപാടുകൾ ഉണ്ടായി, പക്ഷെ റിസീപ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയർമാനോട് ചോദിക്കൂ, ഒന്ന് അന്വേഷിക്കൂ. അങ്ങനെ ചെയർമാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ അറിയും, പറഞ്ഞിട്ടുണ്ട്, അത് അവർ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞതൊക്കെയാണ്, അത് വഴിപാട് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ റിസീപ്റ്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു തരത്തിൽ ഒരു വഴിപാട് ക്യാൻവാസിങ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ തൊഴാൻ വരുന്ന ഭക്തരെ അവരോട് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് അതിന് ഇന്ന പരിഹാരങ്ങൾ ഉണ്ടെന്ന് അങ്ങോട്ട് നിർദ്ദേശിച്ചുകൊണ്ട് ചെലവ് വരുന്ന പൂജകളും അവരുടെ വീട്ടിൽ പോയിട്ട് പൂജ ചെയ്യുന്ന ഒരു രീതിയും ഞങ്ങളുടെ അവിടുത്തെ ഈ പുതുതായി വന്നിട്ടുള്ള പൂജാരി അവലംബിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം അദ്ദേഹത്തിന് ബേസായിട്ട് ഉണ്ടാവണം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.